കലാഭവൻ മണിയുടെ അനുജൻ RLV രാമകൃഷ്ണനെതിരെ സാബു മോൻ ഫേസ്ബുക്ക് പോസ്റ്റ് ചെയ്തു. CBI അന്വേഷണം കഴിയുമ്പോൾ മണിയുടെ അനുജൻ രാമകൃഷ്ണൻ ജയിലിൽ കിടന്ന് അരിയുണ്ട തിന്നേണ്ടി വരുമെന്ന് സാബു മോൻ. രാമകൃഷ്ണനെതിരെയുള്ള ആരോപണങ്ങളാണ് തുടർന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. വിവരങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്നും അജിംഷാദ് ചേരുന്നു. അജിംഷാദ്, സാബു മോൻ ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കാനുള്ളൊരു സാഹചര്യം എന്താണ്? ഈ പോസ്റ്റിൽ മുഴുക്കെ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതായത് സുരരാജ്, CBI അന്വേഷണം, കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹതയുമായി ബന്ധപ്പെട്ട CBI അന്വേഷണം സംസ്ഥാന സർക്കാരിൻ്റെ ശുപാർശയിൽ സാധ്യമായ ഘട്ടത്തിലാണ് കലാഭവൻ മണിയുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഒരിക്കൽ കൂടി തമ്മിലടിയുമായി രംഗത്ത് വരുന്നു എന്നതാണ് വാർത്തയുടെ രത്നച്ചുരുക്കം. അതായത് ഇന്ന് സാബുമോൻ, തരികിട സാബു എന്ന് അറിയപ്പെടുന്ന സാബുമോൻ എന്ന നടൻ എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് രാമകൃഷ്ണൻ, RLV രാമകൃഷ്ണൻ എന്ന കലാഭവൻ മണിയുടെ അനിയനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. അതായത് ഇവർ തമ്മിൽ നേരത്തെ തന്നെ ഇത്തരത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയും അത് പുറത്തെത്തുകയും ചെയ്ത ഘട്ടം കൂടി നാം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ന് സാബുമോൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: CBI അന്വേഷണം കഴിയുമ്പോൾ മിക്കവാറും രാമകൃഷ്ണൻ, അതായത് RLV രാമകൃഷ്ണൻ, കലാഭവൻ മണിയുടെ അനുജൻ, ജയിലിൽ കിടന്ന് അരിയുണ്ട തിന്നേണ്ടി വരുമെന്നാണ് തോന്നുന്നത്. കഴിഞ്ഞ ദിവസം മണിച്ചേട്ടന് സമ്മാനമായി ഫാൻസ് അസോസിയേഷൻ ആളുകൾ കൊടുത്ത പശുക്കളെ അതിനെ പരിപാലിക്കാൻ ഏൽപ്പിച്ചിരുന്ന തമിഴനെ ഭീഷണിപ്പെടുത്തി വിൽപ്പിച്ച് കാശുമായി രാമകൃഷ്ണൻ പോയി. കേസ് നടത്താൻ രാമകൃഷ്ണൻ കാശ് വേണമത്രേ. എൻ്റെ അറിവിൽ പോലീസോ CBIയോ തുടങ്ങി ഒരു ഏജൻസികളും കാശ് വാങ്ങി കേസ് അന്വേഷിക്കാറില്ല. മണിച്ചേട്ടൻ്റെ കുടുംബാംഗങ്ങളെ വീട്ടിൽ നിന്നും ഇറക്കി വിടുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും മണിച്ചേട്ടൻ്റെ ഭാര്യ കർക്കശമായി പ്രതിഷേധിച്ചതിനെ തുടർന്ന് രാമകൃഷ്ണൻ ആ ഉദ്യമത്തിൽ നിന്ന് പിന്മാറി എന്നത് മറ്റൊരു വാർത്ത. ഇനി എന്തെല്ലാം കാണാനിരിക്കുന്നു. ഇതാണ് സാബുമോൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. അവസാനം ഗീതയിലെ ഒരു വാചകം കൂടി ചേർത്തിട്ടാണ്, അതായത് ധർമ്മം പുനഃസ്ഥാപിക്കാനായി ഭഗവാൻ ആവശ്യമുള്ളപ്പോൾ അവതരിക്കുമെന്ന അർത്ഥം വരുന്ന ആ ഗീതയിലെ വചനം കൂടി ഉൾപ്പെടുത്തിയാണ് സാബുമോൻ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഇത് പരിശോധിക്കപ്പെടേണ്ടത് വളരെ വിശാലമായൊരു പരിപ്രേക്ഷ്യത്തിൽ തന്നെയാണ് സുരരാജ്. അതായത് കലാഭവൻ മണി മരിക്കുന്ന മാർച്ച് 7 തൊട്ട് തലേ ദിവസമുള്ള രാത്രിയിൽ പാടിയിൽ വലിയ പാർട്ടി നടന്നുവെന്നും ആ പാർട്ടിയിൽ ജാഫർ ഇടുക്കിയും സാബുമോനും പങ്കെടുത്തിരുന്നു, ഒപ്പം 10-30ഓളം കൂട്ടുകാരും പങ്കെടുത്തിരുന്നു എന്നതായിരുന്നു ബന്ധുക്കളുടെ ആരോപണം. അതായത് കലാഭവൻ മണിയെ ബോധപൂർവം കൊലപാതകം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിൽ സുഹൃത്തുക്കൾക്ക് പങ്കുണ്ട് എന്നതാണ് കലാഭവൻ മണിയുടെ ബന്ധുക്കൾ, RLV രാമകൃഷ്ണൻ അടക്കമുള്ളവരുടെ ആരോപണം, പ്രധാനമായും RLV രാമകൃഷ്ണൻ്റെ ആരോപണം. ഈ ഘട്ടത്തിലാണ് ഇതിനെതിരെ വിശദീകരണവുമായി പല ഘട്ടത്തിൽ ജാഫർ ഇടുക്കിയും സാബുമോനും ഒക്കെ രംഗത്തെത്തിയത്. പിന്നീട് ഇത് ഇവർ തമ്മിലുള്ള ഒരു വൈരാഗ്യത്തിൻ്റെ വാക്പോരായി മാറിയതും നാം കണ്ടതാണ്, കേട്ടതാണ്. ഇതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ തുടർച്ചയാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റിലേക്ക് വന്നെത്തിയിരിക്കുന്നത്. അവസാനം സാബുമോൻ ഗീതയിലെ വചനം എഴുതിയതിന് ശേഷം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: എന്ന് പറഞ്ഞാൽ ഞാൻ ഇനിയും വരുമെന്ന് ചുരുക്കം. അതായത് കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിൽ അല്ലെങ്കിൽ അതിൻ്റേതായ വഴിക്ക് നടക്കുമ്പോൾ തന്നെ ഇവർ തമ്മിലുള്ള വാക്പോര് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ, കലാഭവൻ മണിയുടെ ബന്ധുവും കലാഭവൻ മണിയുടെ അനുജനും സുഹൃത്തുക്കളും തമ്മിലുള്ള വൈരാഗ്യം അല്ലെങ്കിൽ വാക്പോരുകൾ നടക്കുന്നു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി മാത്രമാണ് ഇതിനെ കാണാനാകുന്നത്. സുരരാജ്, അജിംഷാദ്, അത് തന്നെയാണ് ഇന്നലെ CBI അന്വേഷണം, CBIക്ക് കേസ് വിട്ടുകൊണ്ടുള്ള ഉത്തരവ് വന്നതിന് ശേഷമാണ് സാബുമോൻ ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഫേസ്ബുക്കിൽ ഇടുന്നത്. ഇവിടെ ഇത്രയും നാളും RLV രാമകൃഷ്ണൻ, സാബുമോൻ ഉൾപ്പെടെയുള്ള കലാഭവൻ മണിയുടെ സുഹൃത്തുക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നത്. അപ്പോഴൊന്നും സാബു ആ നിലയിൽ RLV രാമകൃഷ്ണനെ പ്രതിക്കൂട്ടിലാക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തിയതായി കണ്ടിട്ടില്ല. പക്ഷേ ഇപ്പോൾ CBI അന്വേഷണം പ്രഖ്യാപിക്കപ്പെട്ട ശേഷം ആ CBI അന്വേഷണത്തിൻ്റെ വരികൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സാബു പറയുന്നത് RLV രാമകൃഷ്ണനെ പ്രതിക്കൂട്ടിലാക്കുന്ന ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്. അതിൻ്റെ ഒരു സാങ്കത്യം എന്താണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. തീർച്ചയായും കേരളം ഒരുപക്ഷെ വലിയ ആകാംക്ഷയോടുകൂടി അല്ലെങ്കിൽ വലിയ വേദനയോടുകൂടി ചർച്ച ചെയ്ത ഒരു മരണം കൂടിയാണ് കലാഭവൻ മണിയുടേത്. വളരെ വേദനയോടുകൂടി ഇന്നും കലാഭവൻ മണിയുടെ പാട്ട് കേൾക്കുമ്പോൾ കരയുന്ന നാട്ടുകാരെ നമുക്കറിയാം. ഏവരെയും വേദനിപ്പിക്കുന്ന തരത്തിലേക്കുള്ള ഒരു കാര്യമാണ്. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൻ്റെ ദിശ കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതായത് മെഥനോൾ ആണ് അല്ലെങ്കിൽ വ്യാജ ചാരായങ്ങളിൽ ഉള്ളടങ്ങിയിരിക്കുന്ന വിഷാംശമാണ് സ്വാഭാവികമായും കരൾ രോഗബാധിതനായ മണിയുടെ മരണത്തിലേക്ക് നയിച്ചതെന്ന് ഒരു വാദം.
മറ്റ് ലാബിൽ നിന്നുള്ള പരിശോധനയുടെ ഫലമായി കീടനാശിനി ഉള്ളിൽ ചെന്നതാണ്, അത് ബോധപൂർവം കൊടുത്തതാണോ എന്നതുമായി ബന്ധപ്പെട്ട പിന്നീട് തർക്കം. ഒടുവിൽ DGP, ഒഴിഞ്ഞുപോയ DGP സെൻകുമാർ തന്നെ പറയുകയുണ്ടായി, അത്തരത്തിൽ ലാബ് അധികൃതരുടെ വാക്കുകളൊക്കെ നാം പരിശോധിക്കപ്പെടേണ്ടതുണ്ട്, ലാബ് അധികൃതർ അത്തരത്തിൽ ഒരു പരസ്യ പ്രസ്താവന നടത്തിയത് മോശമായി പോയെന്ന രൂക്ഷമായ വിമർശനം. സംഭവം യഥാർത്ഥത്തിൽ കലാഭവൻ മണിയുടെ മരണവുമായി ബന്ധപ്പെട്ട ഒരു കാരണം ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഒരു അന്വേഷണ സംഘവും നാട്ടുകാർക്ക് ഇതുവരെയും ഒരു കാര്യവും നൽകിയിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത, പരമാർത്ഥം. ഇങ്ങനെയുള്ള ഒരു ഘട്ടത്തിലാണ് സംശയമായി ബന്ധുക്കൾ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ, പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാർ ഇത്തരത്തിൽ ബന്ധുക്കളുടെ ആവശ്യപ്രകാരം CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുന്നത്. അങ്ങനെ CBI അന്വേഷണം സാധ്യമായ ഒരു ഘട്ടമാണ് കലാഭവൻ മണിയുടെ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇപ്പോഴുള്ളത്. ഈ ഘട്ടത്തിലാണ് ഇവർ തമ്മിലുള്ള ഒരു വിരോധം എന്ന രീതിയിലുള്ള വാക്പോരുകൾ കാണാനാകുന്നത്. വളരെ വസ്തുതാപരമായി നിഷ്പക്ഷമായി നിരീക്ഷിച്ചാൽ അത് അവർ തമ്മിലുള്ള ഒരു വാക്പോര് മാത്രമായി ഈ ഘട്ടത്തിൽ നമുക്ക് പരിശോധിക്കപ്പെടാനാകൂ. സുരരാജ് നേരത്തെ ചോദിച്ചതുപോലെ നേരത്തെ RLV രാമകൃഷ്ണൻ, സാബുമോനും ജാഫർ ഇടുക്കിയും അടക്കമുള്ള സുഹൃത്തുക്കൾക്കെതിരെ ആരോപണം ഉന്നയിച്ചിരുന്നു. പക്ഷേ തിരിച്ച് അവർ മറുപടി അത്തരത്തിലൊന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പോഴാണല്ലോ ഇതെന്ന്. യഥാർത്ഥത്തിൽ കലാഭവൻ മണിയെ ചികിത്സയ്ക്കായി അന്ന് ആ പാഡിയിൽ നിന്ന് കൊണ്ടുപോയ ഘട്ടത്തിൽ ഡോക്ടറായിരുന്ന വ്യക്തി പീപ്പിൾ TVയിലൂടെ തന്നെ അദ്ദേഹം ഇൻ്റർവ്യൂവിലൂടെ പറഞ്ഞു, അത് ഒരു പക്ഷേ ബന്ധുക്കളുടെ RLV രാമകൃഷ്ണൻ്റെ അടക്കമുള്ളവരുടെ വേദന കൊണ്ടൊരു പക്ഷേ പറയുന്നതാകാം, അതിനെ ആ രീതിയിലാണ് കാണുന്നതെന്ന്. ഇതുവരെയും സുഹൃത്തുക്കളായവരൊക്കെ ആ രീതിയിലാണ് കണ്ടത് എങ്കിൽ പോലും ഇപ്പോൾ സാബുമോൻ ഇത്തരത്തിൽ പ്രകോപനപരമായ കാര്യങ്ങൾ എഴുതുന്നു എന്നതും ഒരു വസ്തുതയാണ്. 2, ഡോക്ടറും അടക്കമുള്ള പലരും RLV രാമകൃഷ്ണനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുത്തതായിട്ടും ഏറ്റവും പുതിയ വിവരങ്ങൾ പുറത്തെത്തുന്നുണ്ട്. ഈ ഘട്ടത്തിലാണ് കേസന്വേഷണം വേറൊരു വഴിക്കും RLV രാമകൃഷ്ണനും കലാഭവൻ മണിയുടെ സുഹൃത്തുക്കളും തമ്മിൽ വേറൊരു ദിശയിലും ചലിക്കുന്നത്. അത്തരത്തിൽ അവർ തമ്മിലുള്ള ഒരു വാക്പോര് മാത്രമായി ഇതിനെ ഈ ഘട്ടത്തിൽ കാണാനാകൂ. അതിൻ്റെ ഭാഗമായിട്ടാണ് സാബുമോൻ്റെ ഏറ്റവും പുതിയ ഫേസ്ബുക്ക് പോസ്റ്റിനെയും കാണേണ്ടത്, സുരരാജ്. പക്ഷേ അജിംഷാദ്, ഈ ഇത്രയും നാളായി കലാഭവൻ മണിയുടെ മരണം സംഭവിച്ച ശേഷം ഇത്രയും നാളായി നടന്ന അന്വേഷണത്തിലൊന്നും ഈ RLV രാമകൃഷ്ണൻ്റെ ആരോപണങ്ങളാവട്ടെ സാബുമോൻ്റെ ആരോപണങ്ങളാവട്ടെ ഒരു വലിയ ഘടകമായി നിലനിന്ന് കണ്ടില്ല. ഇനി CBI അന്വേഷണം വരുമ്പോൾ ഇത്തരം ആരോപണങ്ങളെ കൂടി അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ദിശയിൽ ബാധിക്കുന്ന തരത്തിലേക്ക് ആ ആരോപണങ്ങൾ നീങ്ങാനുള്ളൊരു സാധ്യത തള്ളിക്കളയേണ്ടതുണ്ടോ? നിശ്ചയമായും സുരരാജ്. അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള പോലീസ് ഈ കാര്യത്തിൽ നടത്തിയ അന്വേഷണത്തിൻ്റെ വീഴ്ചകളുടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതാണ് സുരരാജ് സൂചിപ്പിച്ചതിലേക്ക് കാര്യങ്ങൾ എത്തിയത്. അതായത് RLV രാമകൃഷ്ണൻ്റെ പരാതി, കീടനാശിനിയുമായി ബന്ധപ്പെട്ട അവ്യക്തത, എന്താണ് മരണകാരണം എന്നതുമായി ബന്ധപ്പെട്ട ഫുൾ സ്റ്റോപ്പ് ഇട്ടുള്ള ഒരു വിശദീകരണം, ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങൾ, സാബുമോൻ അടക്കമുള്ള ഒരുപാട് പേരെ ചോദ്യം ചെയ്തിട്ടുണ്ട് എങ്കിൽ പോലും ഇവരുടെയൊക്കെ ചോദ്യം ചെയ്തതിൽ ഉയർന്നു വന്ന കാര്യങ്ങളെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്കുള്ള തേടൽ, ഇതൊന്നും പോലീസ് അന്വേഷണത്തിൽ നടത്തിയില്ല എന്ന RLV രാമകൃഷ്ണൻ്റെ പരാതി ഒരു പക്ഷേ നമുക്ക് ശരിയാണെന്ന് തോന്നാം. ആ ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ പുതിയ രീതിയിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തെത്തുന്ന ഈ തർക്കങ്ങൾ എന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് കൂട്ടി വായിക്കേണ്ടതല്ല സുരരാജ്. അതായത് അന്വേഷണം അതിൻ്റെ ശാസ്ത്രീയമായ മാർഗത്തിൽ അതിന് അനുവദിക്കപ്പെട്ട രീതിയിൽ നിയമപരമായി പുരോഗമിക്കുന്നു. ഇത് ആരോപണവും, അതായത് RLV രാമകൃഷ്ണൻ്റെ ഒരു ധാരണ അല്ലെങ്കിൽ ഒരു ആരോപണം എന്നത് കലാഭവൻ മണിയെ സുഹൃത്തുക്കൾ ചേർന്ന് കൊല്ലുന്നതാകാം. ഒന്നുകിൽ സ്ലോ പോയിസണിങ്ങിലൂടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലൂടെ കൊന്നതാകാം. അതിന് കാരണമായി പറയുന്നത് RLV രാമകൃഷ്ണൻ പറയുന്നത് സുഹൃത്തുക്കൾക്ക് ഒരുപാട് സാമ്പത്തികമായ ഇടപാടുകളുണ്ട്, മണിയെ സിനിമയിൽ നിന്നും അകറ്റി, ബന്ധുക്കളിൽ നിന്നും അകറ്റി അടക്കമുള്ള വലിയ പരിഭവങ്ങളാണ് ഇതിന് സംശയത്തിൻ്റെ നിദാനമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് RLV രാമകൃഷ്ണൻ അടക്കമുള്ള കലാഭവനുടെ ബന്ധുക്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നാൽ സുഹൃത്തുക്കളായിട്ടുള്ളവർ ഈ ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിട്ട തരികിട സാബുവും ജാഫർ ഇടുക്കിയും അടക്കമുള്ള സുഹൃത്തുക്കൾ പറയുന്നത് അത്തരത്തിലൊന്നുമില്ല. വീടുമായിട്ടായിരുന്നു കലാഭവൻ മണി അകന്നു നിന്നത്. കലാഭവൻ മണി അവിടെ പാർട്ടി നടത്തിയിരുന്നതിൽ പങ്കെടുക്കുക മാത്രമാണ് ചെയ്തത്. അന്ന് കലാഭവൻ മണി കുടിച്ചിരുന്നില്ല, തങ്ങളുടെ മുമ്പിൽ വെച്ച് ബീർ മാത്രമേ കലാഭവൻ മണി കുടിക്കാറുള്ളൂ. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് സുഹൃത്തുക്കൾ പറയുന്നത്. ഈ രണ്ട് വാദങ്ങളും വൈരുദ്ധ്യമായി നിലനിൽക്കുന്നു. ഇത് അന്വേഷണ സംഘമാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം കണ്ടെത്തേണ്ടത്.
പക്ഷേ ഈ ഘട്ടത്തിൽ കലാഭവൻ മണിയുടെ അന്വേഷണം CBI ഏറ്റെടുത്ത സാഹചര്യത്തിൽ അവരിതൊക്കെ പരിശോധിച്ച് മുമ്പോട്ട് പോകുമായിരിക്കാം. മുൻപ് വന്ന പല വീഴ്ചകളും ഇനി പരിഹരിക്കുമായിരിക്കാം. പക്ഷേ ഇവിടെ ഇപ്പോൾ കാണേണ്ടത് സാബുമോൻ എന്ന വ്യക്തി ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റും RLV രാമകൃഷ്ണനെതിരായ വിമർശനവും RLV രാമകൃഷ്ണൻ സാബുവിനെതിരായി ഉയർത്തുന്ന വിമർശനം അവരവരുടെ ധാരണകളുടെ അടിസ്ഥാനത്തിലുള്ള വാക്പോര് മാത്രമേ കേരള സമൂഹത്തിന് കാണാനാകൂ. നിഷ്പക്ഷ നിരീക്ഷണത്തിൽ അങ്ങനെയാണ് തോന്നുന്നത് സുരാജ്. ഇത് അന്വേഷണവുമായി ബന്ധപ്പെട്ടൊരു കാര്യമേ അല്ല. അങ്ങനെയാണെങ്കിൽ കൂടിയും പക്ഷേ കലാഭവൻ മണിയെ പോലെ ഇത്രയും പ്രഗത്ഭനായ ഒരു വ്യക്തിത്വം, ഒട്ടേറെ ആരാധകരുള്ള കേരളം ഉറ്റുനോക്കുന്ന ഒരു കലാകാരൻ്റെ മരണം സംഭവിച്ചപ്പോൾ അതെങ്ങനെയാണ് സംഭവിച്ചത് എന്നറിയാൻ കേരളത്തിലെ മലയാളികളായ ആളുകൾക്കെല്ലാം താല്പര്യമുണ്ട്. പക്ഷേ അന്വേഷണം അതിൻ്റെ വഴിക്ക് ഇത്രയും നാളുകളായി നീങ്ങി. അതിനിടയിലാണ് കലാഭവൻ മണിയുടെ അനുജൻ RLV രാമകൃഷ്ണനും ഒപ്പം സുഹൃത്തുക്കളും തമ്മിലുള്ള ഈ വാക്പോര് ഉണ്ടാവുന്നത്. അന്വേഷണം ഒരു വഴിക്ക് നടക്കുമ്പോൾ ഇത്തരം ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ പൊതുജനങ്ങളെ, ഈ വാർത്തകൾ അറിയാൻ താല്പര്യപ്പെടുന്ന പൊതുജനങ്ങളെ വഴിതെറ്റിക്കുന്ന വിധത്തിലേക്ക് പോയിട്ടുണ്ടോ അജിംഷാദ്? തീർച്ചയായും. അതായത് സുരരാജ്, ഇത്തരത്തിലുള്ള വാക്പോരുകൾ ഒരുപക്ഷേ അവരവരുടെ നിരപരാധിത്വം തെളിയിക്കാനായിരിക്കാം. ഒരറ്റത്ത് RLV രാമകൃഷ്ണന്റെ സഹോദരൻ മരിച്ചതിൻ്റെ വേദന തീർച്ചയായും നാമൊക്കെ നാടൻ ഭാഷയിൽ പറയുന്നത് പോലെ പച്ചവെള്ളത്തേക്കാൾ കട്ടിയാണ് രക്തത്തിന്. രക്തബന്ധം എന്നത് കൂടുതൽ വേദനയുടെ ആഴത്തിലുള്ളത് തന്നെയായിരിക്കും. ആ കാര്യങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ RLV രാമകൃഷ്ണൻ്റെ സംശയവും അതുമായി ബന്ധപ്പെട്ട ആരോപണവും തീർച്ചയായും അതിൻ്റേതായ ഗൗരവത്തിൽ എടുക്കേണ്ടതാണ്. ഒന്ന്. രണ്ടാമത്തെ വശം സുരരാജ് സുഹൃത്തുക്കളുടേതാണ്. ഒരുപക്ഷേ ഇവരൊക്കെ പറയുന്നത് ശരിയാണെങ്കിൽ, സാബുമോനും ജാഫർ ഇടുക്കിയും ഡോക്ടറും മറ്റ് അവിടെ കൂടിയിരിക്കുന്ന സുഹൃത്തുക്കളും ഒക്കെ പറയുന്നത് ശരിയാണെങ്കിൽ അവർ യാദൃശ്ചികമായി അവിടെ എത്തുകയും പങ്കെടുക്കുകയും ചെയ്തു എന്നതാണ്. അങ്ങനെ സംവിധായകൻ വിനയൻ നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ വിനയൻ, സാബുമോന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് താങ്കൾ ശ്രദ്ധിച്ചിരിക്കും എന്ന് കരുതുന്നു. CBI അന്വേഷണത്തിന് സംസ്ഥാന പോലീസ് കൈമാറിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് സാബുമോൻ ഈ വിധമുള്ളൊരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഞാൻ രാവിലെ ഒരു വാർത്ത കണ്ടില്ല, ഇപ്പം എന്റെ വിവരം ഇങ്ങനെ കേട്ടതാണ് ഞാൻ. ഇന്നലെ ഇവര് സാബുമോനും കലാഭവനും കൂടി TV ഒരു ചർച്ച ഞാൻ ഏതോ ചാനലിൽ കണ്ടിരുന്നു. ഏതായാലും അവർ രണ്ടുപേരും തമ്മിലുള്ള ഈ ഒരു വാക്കുതർക്കം ഒട്ടും ശരിയല്ല എന്ന് എനിക്ക് തോന്നുന്നു. കാരണം കേസ് അന്വേഷണം നടക്കുകയാണ്, CBI അന്വേഷിക്കുകയാണ്. അതില് അന്വേഷണം അതിന്റെ ദിശയ്ക്ക് പോയാൽ തീർച്ചയായിട്ടും എന്തൊക്കെയോ സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. അത് കണ്ടെത്താൻ വേണ്ടി എല്ലാവരും സഹകരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ സാബുമോൻ ഇങ്ങനെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് വേദനാജനകമാണ്. കാരണം മണിയോടെ നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ മണിയെ നമ്മൾ ബഹുമാനിക്കുകയും അയാളുടെ കലാകാരനെ നമ്മൾ ആദരിക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും അയാളുടെ കുടുംബത്തെ ഇങ്ങനെ വിഷമിപ്പിക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് സാബുമോൻ ഇടരുതായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. തിരിച്ച് രാമകൃഷ്ണനോടും ഒരു അനുജനെ പോലെയുള്ള രീതിയിൽ എനിക്ക് ഉപദേശിക്കാനുള്ളത്, നമ്മളിപ്പോ കേസ് അന്വേഷണം നടക്കുകയാണ്, അതുകൊണ്ട് ഇന്നയാളാണ് പ്രതി എന്നൊന്നും നമ്മൾ ഇപ്പോൾ പറയുന്നതും ശരിയല്ല. അങ്ങനെ ഒരു ചിന്ത പോലും നമുക്ക് ഉണ്ടാകുന്നതും ശരിയല്ല. കണ്ടുപിടിക്കട്ടെ ആരാണെന്ന് വെച്ചാൽ. ഇപ്പൊ സാബുമോൻ ഇങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടെന്ന് ഞാനിപ്പോ അറിഞ്ഞതാണ്. അത് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് വളരെ വേദനാജനകമാണ്. അങ്ങനെ കേസ് അന്വേഷണം കഴിയുമ്പോൾ കലാഭവൻ മണിയുടെ സഹോദരനായിരിക്കും ജയിലിൽ കിടക്കുന്നതെന്നൊന്നും നമ്മൾ ആ രീതിയിൽ ഒരാൾ പറയുക അല്ലെങ്കിൽ ആ ഒരു ദേഷ്യം തീർക്കുക എന്നൊക്കെ പറയുന്നത് കലാഭവൻ മണിയോട് ചെയ്യുന്ന ഒരു ആദരവിന്റെ കുറവാണ്, അല്ലെങ്കിൽ ആത്മാവിനോട് പോലും നമ്മൾ നീതികേട് ചെയ്യുന്നു എന്നാണ് എന്റെ അഭിപ്രായം. ശ്രീ വിനയൻ, അതിങ്ങനെയാണ്. അതായത് ആദ്യഘട്ടത്തിൽ ഒരു പക്ഷേ ഇങ്ങനൊരു സംശയം RLV രാമകൃഷ്ണൻ ഉന്നയിക്കുന്നു. അതിന് മറ്റൊരു വശത്ത് നിരപരാധിത്വം തെളിയിക്കാൻ കലാഭവൻ മണിയുടെ സുഹൃത്തുക്കൾ രംഗത്തെത്തുന്നു. അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നിന്ന് ഇപ്പോൾ അത് പരിണമിച്ച് മറ്റൊരു ദിശയിലേക്ക് എത്തിയിരിക്കുന്നു. അതായത് തിരിച്ചങ്ങോട്ടേക്കും ആരോപണം ഉന്നയിക്കുകയാണ്. കലാഭവൻ മണിയുടെ സഹോദരനും ഈ കൊലപാതകത്തിൽ പങ്കുണ്ടാമെന്ന സംശയമാണ് ഇപ്പോൾ സുഹൃത്തുക്കളും ഉന്നയിക്കുന്നത്. അനാരോഗ്യപരമായ ഒരു ദിശയിലേക്കാണ് ഈ വാക്കുതർക്കം പുരോഗമിക്കുന്നത് എന്നുള്ളതിന് മറ്റൊരു വാക്ക് വേണ്ടല്ലോ. തീർച്ചയായിട്ടും അത് തന്നെ ഞാൻ പറഞ്ഞത്. ഇന്നലെ എനിക്ക് വളരെ വേദന തോന്നിയ ഒരു അവസ്ഥ ഉണ്ടായി. ഏത് ചാനലിലാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ രാത്രി ഇവരുടെ ചർച്ച കണ്ടിരുന്നു. ചർച്ചയിൽ രണ്ടുപേരും തമ്മിൽ വാക്കുതർക്കം ഉണ്ടായി. ഒരാൾ പറയുന്നു നിങ്ങളാണ് കൊന്നത്, വേറൊരാൾ പറയുന്നു അല്ല താനാണ് കൊന്നത്. ഇങ്ങനെ പറയുന്ന ഒരു അവസ്ഥയിലോട്ട് പോകുന്നത് ഭയങ്കര ഇപ്പം സാബുമോൻ തന്നെ പറയുന്ന അയാളുടെ ഒരു ഇഷ്ടം കൊണ്ടും കലാഭവൻ മണിയോടുള്ള അങ്ങേറ്റത്തെ ഇഷ്ടം കൊണ്ടും ഒക്കെയാണ് കാണാൻ പോയത്. അയാളെ വലിയ ഇഷ്ടമായിരുന്നു, ബഹുമാനമായിരുന്നു എന്ന് പറയുന്നുണ്ട്. രാമകൃഷ്ണനെ സംബന്ധിച്ച് നമുക്കറിയാം അയാളുടെ എല്ലാമായിരുന്നു. അയാളുടെ സഹോദരൻ, അവരുടെ ജീവിതവും അവന്റെ ഭാവിയും എല്ലാം അവിടെ കണ്ടിരുന്ന ഒരു സഹോദരനാണ്.
അപ്പൊ ഇവർ രണ്ടുപേരും ഇങ്ങനെ ബഹുമാനമുണ്ടെന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ മരണത്തെക്കുറിച്ച് തമ്മിൽ ഇങ്ങനെ ഒരു ബഹളം ഉണ്ടാക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. നമുക്ക് പറയാനുള്ളത് കേസ് അന്വേഷണത്തിന് ഇപ്പൊ ഓർഡർ ഇട്ടിരിക്കുകയാണ്. കേസ് അന്വേഷണം നടത്തുമ്പോൾ യെസ് ഓർ നോ ഇന്നയാളാണ് ഇന്നയാളല്ല. ഇപ്പം രാമകൃഷ്ണന് ഉള്ള സംശയങ്ങളോ അദ്ദേഹത്തിൻ്റെതായ അറിവുകളോ ഒക്കെ CBIയോട് പറയട്ടെ. സാബുമോനും അദ്ദേഹത്തിന് ഉണ്ടായ സത്യസന്ധമായ തലേദിവസോടെ പോയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയട്ടെ. CBI എന്ന് പറയുന്നത് മോശമായ ഒരു ഏജൻസി അല്ലല്ലോ. അവർ അന്വേഷിച്ചിട്ട് സത്യം തെളിയിക്കുമായിരിക്കാം. പക്ഷെ ഇത് വളരെ മോശമായ, വളരെ വേദനാജനകമായ ഒരു പോക്കാണ്. ഞാൻ മണിയെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. മണിയുടെ ഒരു ആത്മാവിന് പോലും വേദന വരുന്ന രീതിയിൽ ഒരിക്കലും ഇങ്ങനെ സുഹൃത്തുക്കളോ റിലേറ്റീവ്സോ ഇപ്പൊ ഒന്നും സംസാരിക്കില്ലെന്നാണ് എന്റെ അഭിപ്രായം. തീർച്ചയായും അത് തന്നെയാണ് ശ്രീ വിനയൻ. കലാഭവൻ മണിയെ പോലെ ഇത്രയേറെ ആരാധകരുള്ള, കേരളം ഇത്രയേറെ നെഞ്ചേറ്റിയ ഒരു കലാകാരന്റെ മരണവുമായി ബന്ധപ്പെട്ട ഈ ഒരു സംഭവത്തിൽ അന്വേഷണം വളരെ സങ്കുചിതമായ രീതിയിൽ, സങ്കീർണമായ രീതിയിൽ മുന്നോട്ട് പോയിട്ടും ഇതിന്റെ കാരണം എന്താണെന്ന് യഥാർത്ഥത്തിൽ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. ഈ ഒരു സാഹചര്യം മുതലാക്കപ്പെടുകയായിരുന്നോ കലാഭവൻ മണിയുടെ ബന്ധുക്കളായാലും സുഹൃത്തുക്കളായാലും? അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ചാൽ കുഴപ്പമില്ല എന്ന് എനിക്ക് തോന്നിപ്പോകും. അങ്ങനെയൊക്കെ നമുക്ക് തോന്നിപ്പോകും. കാരണം ഏതായാലും ഇതിനകത്ത് ഇവരുടെ രണ്ടുപേരുടെയും പിന്നെ ഫാമിലിയുടെ ഒരു ആഗ്രഹം ഇതാണെന്ന് കണ്ടിട്ട് തന്നെയാണല്ലോ ബഹുമാന്യായ നമ്മുടെ കേരള മുഖ്യമന്ത്രി അല്ലെങ്കിൽ ഇത്ര പെട്ടെന്നൊന്നും ഒരു ഓർഡർ എടുത്തില്ലല്ലോ. അദ്ദേഹം അതിന് വളരെ വളരെ ചിന്തിയമായിട്ട് എനിക്ക് തോന്നുന്നു ചെയ്തതാണ്. കാരണം അവരുടെ ഫാമിലിക്ക് അങ്ങനെ ഒരു വിഷമം ഉണ്ടെങ്കിൽ, മീഡിയാസിലൊക്കെ ഇതിന്റെ ദുരൂഹത പറയുന്നുണ്ടെങ്കിൽ അത് തെളിയട്ടെ എന്ന് വെച്ചിട്ടായിരിക്കാം ഇത്ര പെട്ടെന്ന് പിന്നെ RLV രാമകൃഷ്ണനോട് ചെന്ന് കണ്ടതിന്റെ ദിവസങ്ങൾക്കകം തന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ ഇതിനുള്ള ക്യാബിനറ്റ് കൂടി തീരുമാനമെടുക്കുകയും CBI അന്വേഷണത്തിന് ഓർഡർ ഇടുകയും ചെയ്തു. അതൊരു വളരെ പോസിറ്റീവായ ഘടകമായിട്ട് എനിക്ക് തോന്നി. മറ്റൊന്നും കൊണ്ടല്ല, എന്റെ അഭിപ്രായത്തിൽ അങ്ങനെ CBI വരണോ എനിക്കറിയില്ല അതിനെപ്പറ്റിയൊന്നും പറയാനായിട്ട്. ഏതായാലും വളരെയധികം നന്ദി ശ്രീ വിനയൻ ഈ അവസരത്തിൽ പ്രതികരിച്ചതിന്. CBI അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. സത്യം തെളിയട്ടെ. അതിനിടയിലാണ് RLV രാമകൃഷ്ണനും സാബു മോനും തമ്മിലുള്ള വാക്പോര്, ഫേസ്ബുക്കിലൂടെയുള്ള വാക്പോര് ഉണ്ടായിട്ടുള്ളത്.